നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. അപ്പോൾ ദോശയാണെന്ന് അറിഞ്ഞ് കുഞ്ഞുട്ടിന് അത്ര സന്തോഷത്തിലായില്ല. കാരണം ഇന്നലെയും ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. ആൾക്ക് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് മാറി മാറി കഴിക്കുന്നതാണ് ഇഷ്ടം. അതൊക്കെ കഴിഞ്ഞ് ഞാനും അവനും കൂടെ മീനൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു, സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ മീൻ നമ്മൾ വെട്ടി വൃത്തിയാക്കിയാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുട്ടിന് തണ്ണിമത്തൻ വേണമെന്ന് പറഞ്ഞ് നമ്മൾ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചു. അതൊക്കെ അവന് കഴിക്കാനൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻകറിക്കും ബാക്കി കറികൾക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ ആദ്യം തന്നെ അരിഞ്ഞ് പിറക്കിയൊക്കെ വെച്ചു. അപ്പോൾ ചട്ടി ചൂടായി എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചു. കടുക് പൊട്ടിച്ച് കുറച്ച് ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചുമന്നുള്ളി ഒന്ന് ചുമന്ന് ഒന്ന് ജസ്റ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടു. ഒരു 2 കഷ്ണം കുടംപുളിയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത പാനിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടാനാണ്. അങ്ങനെ കോവയ്ക്കയും കൂടെ ആ പാനിലോട്ടിട്ട് റെഡിയാക്കാൻ വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചമണം ഒന്ന് മാറിയപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നിന്നിട്ട് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് തിളയ്ക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്കയിലോട്ട് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സവാളയും ഉപ്പും ഒക്കെ ഇട്ട് കോവയ്ക്കയും നന്നായിട്ട് വഴറ്റാനായിട്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ നമ്മൾ ഒരു മോരും കൂടെ കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചൊന്നുമല്ല കേട്ടോ മോരുകറി വെക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മോരുകറിയാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ചീനിച്ചട്ടിയിൽ കടുകൊക്കെ പൊട്ടിച്ച് ചുമന്നുള്ളിയും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി അതൊന്ന് ജസ്റ്റ് ഒന്ന് വരണ്ട് വന്നപ്പോഴത്തേക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരല്പം ജീരകപ്പൊടിയും ഉലുവാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ആ ഒരു പച്ചമണം മാറിയപ്പോഴത്തേക്ക് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തു. തൈര് തിളക്കിയൊന്നും ചെയ്യരുത്. അപ്പോൾ അതിന് മുന്നേ നന്നായിട്ട് കുറുക്കി സെറ്റാക്കി അല്പം ആ ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ച് സെറ്റാക്കി മോരുകറി റെഡിയാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ മീനിൻ്റെ ചാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മീൻ കഷ്ണം ഇട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ മോരുകറിയൊക്കെ മാറ്റിയിട്ട് അവിടെ തന്നെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു കുടിക്കാനുള്ള. അപ്പോൾ നമ്മൾ മീൻ കറി പിന്നെ തവി കൊണ്ട് ഇളക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മീൻ കഷ്ണം ഒന്നും ഒടിഞ്ഞു പോകത്തില്ല. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും കറിയൊക്കെ സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി ഏകദേശം സെറ്റായി തിളച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഞാനത് സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മുടെ കോവയ്ക്ക് ഏകദേശം ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ഉപയോഗിക്കാം. അപ്പം കുഞ്ഞുട്ടിന് മുളക് പൊടി ഇട്ടാൽ കഴിക്കാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടില്ല. ഇങ്ങനെ തേങ്ങ ഇട്ടാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തെടുത്ത് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും മീൻകറിയും മോരും പിന്നെ തീയൽ ഓൾറെഡി റെഡിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ.